Hi, welcome to TAR's YouTube channel. This is VU3 Oscar Sierra Victor handle Abhijit operating from ശ്രീകാര്യം ട്രിവാൻഡ്രം. ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും ആദ്യത്തെ ആവശ്യം ഒരു ആൻറ്റിന ഉണ്ടാക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആൻറ്റിന പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ്. ഒന്നുകിൽ കൊമേഴ്ഷ്യൽ ആൻറ്റിന പർച്ചേസ് ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ അധികം ചിലവില്ലാതെ ആൻറ്റിന ഹോം ബ്രൂ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമുക്ക് ആവശ്യത്തിന് സ്ഥലമുണ്ട് എന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ആൻറ്റിന ഹൊറിസോണ്ടൽ ഡൈപോളാണ്. ആവശ്യത്തിന് സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്ന സ്ഥലമുണ്ടെങ്കിൽ രണ്ട് മരത്തിൽ ആൻറ്റിന കെട്ടിയാൽ മതി, മാസ്റ്റ് പോലും ആവശ്യമില്ല. അപ്പോൾ ഒരു സൈഡിൽ പുള്ളി നിർബന്ധമാണ്, ഒരു സൈഡിൽ ഫിക്സഡായിട്ട് ടൈ ചെയ്യുന്നു, മറ്റേ സൈഡിലേക്ക് നമ്മൾ ഒരു പുള്ളി വഴി വെയിറ്റ് ഇട്ട് നിർത്തുന്നു. എന്തിനാണ് പുള്ളി യൂസ് ചെയ്യുന്നത് വെച്ചാൽ, കാറ്റത്ത് മരം ഒന്ന് അനങ്ങുന്ന സമയത്ത് ആൻറ്റിന കട്ടായി വലിഞ്ഞ് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സൈഡ് പുള്ളി ഇടുന്നത്. ആൻറ്റിന സ്ട്രെയിറ്റായിട്ട് നിൽക്കാൻ വേണ്ടി പുള്ളിയുടെ താഴെ വെയിറ്റ് ഇടുക. ഹൊറിസോണ്ടൽ ഡൈപോൾ സെൻറ്റർ ഫെഡ് ആൻറ്റിനയാണ്, ഫീഡ് പോയിൻ്റ് മിഡിലാണ്. ഇനി സ്ഥല സൗകര്യം കുറവുള്ള ആൾക്കാർക്കാണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ആൻറ്റിന ഇൻവേർട്ടഡ് ബി ആയിരിക്കും. ഇൻവേർട്ടഡ് ബിയും ഹൊറിസോണ്ടൽ ഡൈപോളും സെയിം കൺസ്ട്രക്ഷനാണ്, ഷേപ്പ് മാത്രമേ മാറുന്നുള്ളൂ. ഹൊറിസോണ്ടൽ ഡൈപോൾ ഹൊറിസോണ്ടലായിട്ടിരിക്കും, ഇൻവേർട്ടഡ് ബി ആണെങ്കിൽ നടുക്ക് മാസ്റ്റ് കൊടുക്കുന്നു, രണ്ട് സൈഡിലേക്ക് രണ്ട് എലമെൻറ്റ്സ് കൊടുക്കുന്നു. എലമെൻറ്റ്സ് ഒരു എൻഡ് ഇൻസുലേറ്റർ വഴി എവിടെയെങ്കിലും ടൈ ചെയ്യും. വളരെ സിമ്പിൾ കൺസ്ട്രക്ഷനാണ്. ഫീഡ് പോയിൻ്റ് മിഡിലാണ്. ഫീഡ് പോയിൻ്റ് കൊടുക്കേണ്ടത് 1:1 ബാലൂൺ വെച്ചിട്ടാണ്. 1:1 ബാലൂൺ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അതിൻ്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് അടുത്ത വീഡിയോയിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഈ ബാലൂൺ കൊടുക്കുന്നതുകൊണ്ടുള്ള ഉപയോഗം, ആൻറ്റിനയുടെ എലമെൻറ്റ്സ് മാത്രമേ റേഡിയേറ്റ് പാടുള്ളൂ, ഫീഡിങ് കേബിള് റേഡിയേറ്റ് ചെയ്യാൻ പാടില്ല. ആ ഒരു ഐസൊലേഷനാണ് ഫസ്റ്റ്. രണ്ടാമത്, ബാലൻസ്ഡ് ആയിട്ടുള്ള ആൻറ്റിനയും അൺബാലൻസ്ഡ് ആയിട്ടുള്ള കേബിളും തമ്മിലുള്ള ഇൻ്റർ കണക്ടിവിറ്റിയാണ്. ഇൻവേർട്ടഡ് ബിയുടെ ആംഗിള് മാറുന്നതനുസരിച്ച് ആൻറ്റിനയുടെ ഇമ്പിഡൻസ് മാറും. അപ്പോൾ ഈ ഒരു കാര്യവും കണക്ക് എടുത്ത് വേണം ആൻറ്റിനയുടെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ. ആൻറ്റിനയുടെ മാസ്റ്റിൻ്റെ ഹൈറ്റ് ഐഡിയലി ഹാഫ് ദ ലാംഡയാണ്, ഹാഫ് ദ വേവ് ലെങ്ത് ആണ്. നമ്മളിപ്പോൾ 7 മെഗാഹെർട്സിന് വേണ്ടിയിട്ടാണ് ട്യൂൺ ചെയ്യുന്നതെങ്കിൽ 7 മെഗാഹെർട്സിൻ്റെ വേവ് ലെങ്ത് 40 മീറ്ററാണ്. ഇപ്പോൾ 40 മീറ്ററിൻ്റെ ഹാഫ് എന്ന് വെച്ചാൽ 20 മീറ്ററാണ് ഐഡിയൽ. നിർബന്ധമില്ല, ഒരു പൈപ്പ്, അതായത് 6 മീറ്റർ പൊക്കത്തിൽ വെച്ചാലും കോംപ്രമൈസ് ആയിട്ട് ആൻറ്റിന വർക്ക് ചെയ്തോളും. ഈ മാസ്റ്റ് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാസ്റ്റിൻ്റെ മുകളിൽ നിന്ന് ഒരു ഹൊറിസോണ്ടൽ പാർട്ടും കൂടെ കൊടുക്കുക. അതായത് ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന പോലെ തന്നെ ഒരു ഹൊറിസോണ്ടൽ പാർട്ടും കൂടെ കൊടുക്കുക. അവിടെ ഒരു പുള്ളി ഇടുക, ആ പുള്ളിയിൽ കൂടെ വേണം ആൻറ്റിന റേസ് ചെയ്യാൻ. അങ്ങനെ ചെയ്യുമ്പോൾ ആൻറ്റിന ഐസൊലേറ്റഡ് ആയിട്ട് നിൽക്കും. മാസ്റ്റ് ഷുഡ് ബി നോൺ കണ്ടക്റ്റിംഗ്. നോൺ കണ്ടക്റ്റിംഗ് മാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ്, ഒന്ന് PVC പൈപ്പാണ്. PVC പൈപ്പിൽ നമ്മൾ ഇത്രയും വെയിറ്റ് കയറ്റുമ്പോൾ മാത്രമല്ല ഇൻവേർട്ടർ ബി വലിച്ച് കെട്ടാൻ നേരത്ത് ഒടിഞ്ഞു. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ വുഡൻ മാസ്റ്റാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് വെച്ചാൽ മുളയോ അല്ലെങ്കിൽ അതേപോലുള്ള എന്തെങ്കിലും തടിപ്പീസായിരിക്കും കിട്ടും. അതിന് ലൈഫ് കുറവാണ്. കുറച്ച് കാലം കഴിയുമ്പോൾ മഴയത്തും വെയിലത്തും നിൽക്കുമ്പോൾ അത് ഡാമേജ് ആവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മെറ്റൽ പൈപ്പ് തന്നെ യൂസ് ചെയ്യുക. ഈ മെറ്റൽ പൈപ്പ് യൂസ് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ ഒരു ഫ്ലാഗിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യുക. ഈ പുള്ളി ഇടുന്നതുകൊണ്ട് ഒരു ഗുണം കൂടെ ഉണ്ട്. ഈ പുള്ളിയിൽ കൂടെ റോപ്പ് ഇടുന്നു, റോപ്പ് ഇട്ടിട്ട് അത് താഴെ ടൈ ചെയ്ത് വയ്ക്കുക. എപ്പോഴെങ്കിലും മെയിൻ്റെനൻസ് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റോപ്പ് വെച്ചിട്ട് തന്നെ നമ്മുടെ ആൻറ്റിനെ അൺഹോയിസ്റ്റ് ചെയ്തിട്ട് നമുക്ക് മെയിൻ്റെയിൻ ചെയ്യാം. ആൻറ്റിനയുടെ ട്യൂണിങ് പറയാം, അതിൻ്റെ മെഷർമെൻറ്റും പറയാം. അതിന് മുമ്പായിട്ട് ഫീഡ് കേബിളിൻ്റെ കാര്യം കൂടെ പറയാം. ഫീഡിങ് കേബിൾ RG58 ആണ് ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് കിട്ടുക. ചീപ്പസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ലോസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ ഒരു ഹിഡനായിട്ടുണ്ട്. ഇപ്പോൾ ലോസ് കുറഞ്ഞ കേബിൾസൊക്കെ ആണെങ്കിൽ RG213 ഉണ്ട്, LMR 400 ഉണ്ട്, അങ്ങനത്തെ ഹയർ കേബിൾസ് ഉണ്ട്. ഉറപ്പായിട്ടും റേറ്റ് കൂടും, പക്ഷേ ലോസ് കുറവായിരിക്കും. ഫീഡ് പോയിന്റിൽ കണക്ടർ കൊടുത്തിട്ട് കണക്ടറിനെ വാട്ടർ പ്രൂഫ് ചെയ്യണം. വെള്ളം കയറി കഴിഞ്ഞാൽ അവിടെ ഇമ്പിഡൻസ് മാറും. മാത്രമല്ല കേബിളിന് ഉള്ളിൽ വെള്ളം കയറി കഴിഞ്ഞാൽ കേബിൾ ഡാമേജ് ആവും.
അപ്പോൾ അതുകൊണ്ട് കണക്റ്റിൻ്റെ അവിടെ വാട്ടർ പ്രൂഫ് ചെയ്യണം. വാട്ടർ പ്രൂഫ് ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അണ്ടർ വാട്ടർ പമ്പെല്ലാം വാട്ടർ പ്രൂഫ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസുലേഷൻ ടേപ്പാണ്. പിന്നെ UV പ്രൊട്ടക്റ്റ് ആയിട്ടുള്ള ഇൻസുലേഷൻ ടേപ്പ് ഇത് വെച്ചിട്ട് ഇൻസുലേറ്റ് ചെയ്യുക, നിർബന്ധമായിട്ടും ഇൻസുലേറ്റ് ചെയ്യുക. ഇനി ആൻറ്റിനയുടെ മെറ്റീരിയൽ 1.5 സ്ക്വയർ mm എങ്കിലും കേബിൾ യൂസ് ചെയ്യാം. അതിൽ താഴോട്ട് പോയി കഴിഞ്ഞാൽ വലിച്ചു കെട്ടുമ്പോൾ പൊട്ടാൻ ചാൻസ് ഉണ്ട്. 1 സ്ക്വയർ ആണെങ്കിൽ പൊട്ടാനുള്ള സാധ്യതയുണ്ട്. 1.5 സ്ക്വയർ mm കേബിളെങ്കിലും യൂസ് ചെയ്യാം. ആൻറ്റിനയുടെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല ലെങ്ത് is equal to 143 divided by frequency ആണ്. 143 is a constant. ആൻറ്റിന എലമെൻസിൻ്റെ കാൽക്കുലേഷൻ 40 മീറ്റർ ബാൻഡിൻ്റെ സെൻറ്റർ ഫ്രീക്വൻസിക്ക് വേണം കാൽക്കുലേഷൻ നോക്കാനായിട്ട്. അപ്പോൾ നമുക്ക് 7 to 7.2 ആണുള്ളത്. സെൻട്രൽ ഫ്രീക്വൻസി 7.1. അപ്പോൾ 7.1 വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 19.69 ആണ് ടോട്ടൽ ലെങ്ത് കിട്ടുക. അപ്പോൾ അതിൻ്റെ പകുതി 9.85 മീറ്റർ ഒരു സൈഡിൻ്റെ ലെങ്ത്, ഒരു എലമെൻ്റ് ലെങ്ത് ആണ് ഈ പറഞ്ഞത്. അപ്പോൾ നമ്മൾ കേബിൾ കട്ട് ചെയ്യുമ്പോൾ ഈ പറയുന്ന എക്സാക്റ്റ് ആയിട്ട് കട്ട് ചെയ്യാതെ കുറച്ചുകൂടെ ലെങ്ത് ഇട്ട് കട്ട് ചെയ്യാം. അപ്പോഴായിരിക്കും നമുക്ക് അത് വെച്ചിട്ട് ട്യൂൺ ചെയ്യാൻ പറ്റും. ഈ എക്സ്ട്രാ ലെങ്തിന് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എൻഡ് ഇൻസുലേറ്റർ വഴി ഒന്ന് ചുറ്റി ഇട്ടിരുന്നാൽ മതി. അത് ഹാങ് ചെയ്ത് കിടക്കാതെ തിരിച്ച് തന്നെ ടാഗ് ചെയ്ത് വയ്ക്കും. ഇനി ഇൻവെർട്ടർ ബിയുടെ ആംഗിൾ 22 ഡിഗ്രിയാണ് ഐഡിയൽ. അത് ഒരല്പം അങ്ങോട്ട് മാറിയെന്ന് വെച്ചിട്ട് വേറെ പ്രശ്നമൊന്നുമില്ല. ഇമ്പിഡൻസ് മാറുന്നേ ഉള്ളൂ, ആൻറ്റിനയുടെ ഇമ്പിഡൻസ് മാറുന്നേ ഉള്ളൂ, വർക്കിങ്ങിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഫീഡ് പോയിന്റിൽ നിന്ന് 1:1 ബലൂൺ വഴി 2 എലമെൻറ്റ്സ് കൊടുക്കുന്നു. അതിനെ എൻഡ് ഇൻസുലേറ്റർ വഴി ടൈ ചെയ്യുന്നു. ഇനി ചെയ്യാനുള്ളത് ട്യൂണിംഗ് ആണ്. ട്യൂണിംഗ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആൻറ്റിന അനലൈസർ തന്നെയാണ്. ആൻറ്റിന അനലൈസർ ആണെങ്കിൽ ഇപ്പോൾ എവിടെയാണ് റെസൊണൻറ്റ് ഫ്രീക്വൻസി എന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അവിടെ നിന്ന് കൂടണോ കുറയ്ക്കണോ എന്നുള്ളൊരു ഡിസിഷൻ നമുക്ക് എടുക്കാനും പറ്റും. SWR മീറ്റർ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് കുറച്ചുകൂടെ ട്രയൽ ആൻഡ് എറർ വെച്ചിട്ട് നോക്കേണ്ടി വരുന്നുള്ളൂ. SWR മീറ്റർ വെച്ചിട്ടും നമുക്ക് ട്യൂൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉള്ള ഫ്രീക്വൻസി, ഇപ്പോൾ റെസൊണൻറ്റ് ഫ്രീക്വൻസി എവിടെയാണോ അവിടെ നിന്ന് ഫ്രീക്വൻസി കൂട്ടുകയാണെങ്കിൽ ആൻറ്റിനയുടെ ലെങ്ത് കുറയ്ക്കണം. അതേപോലെ ഫ്രീക്വൻസി കുറയ്ക്കുകയാണെങ്കിൽ ആൻറ്റിനയുടെ ലെങ്ത് കൂട്ടുക. അപ്പോൾ അത് ട്രയൽ ആൻഡ് എറർ വെച്ചിട്ട് തന്നെ ഇതിനെ മടക്കി അതിൻ്റെ ലെങ്ത് ഫൈനൽ ചെയ്യും. ഫൈനലായ ശേഷം ഈ എൻഡിനെ ഒന്ന് ടാഗ് വെച്ചിട്ട് ടൈ ചെയ്യുക. ഈ ടാഗ് എവിടെ കിട്ടുമെന്ന് ചോദിച്ചാൽ ഓട്ടോമൊബൈൽ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന ബ്ലാക്ക് ടാഗ് വേണം യൂസ് ചെയ്യാം. ഈ ബ്ലാക്ക് ടാഗിൻ്റെ പ്രത്യേകത വെച്ചാൽ അത് UV പ്രൊട്ടക്റ്റഡാണ്. അല്ലാതെ വൈറ്റ് ടാഗ് ആണെങ്കിൽ അത് കുറച്ച് നേരം കഴിയുമ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓട്ടോമൊബൈലൊക്കെ യൂസ് ചെയ്യുന്ന ഈ ബ്ലാക്ക് ടാഗ് ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ ആൻറ്റിന ട്യൂൺ ചെയ്യുക, നന്നായിട്ട് വർക്ക് ചെയ്യുക. See you.